ഇവിടെ ബംഗാളിൽ നേരത്തെ ഇരുട്ടി തുടങ്ങുന്നത് എൻ്റെ ഗാർഡൻ പണികൾക്ക് ശരിക്കും ഒരു വെല്ലുവിളിയാണ് കേട്ടോ. ഞാൻ കൂടുതൽ സമയം ഈവനിങ് ഗാർഡനിൽ നല്ലോണം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. ഇവിടെ പക്ഷെ ഒരു 5 മണിയാകുമ്പോഴേക്കും ഇരുട്ടൊക്കെ വീണ് തുടങ്ങും. അത് കാരണം ഞാനൊരു 3 മണി ആയപ്പോഴേ എൻ്റെ ഗാർഡൻ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കംപ്രസ്ഡ് ചകിരിച്ചോറ് വെള്ളത്തിലിട്ടാൽ വീർത്ത് വരുന്നുള്ള കാര്യം എനിക്ക് അറിയാം കേട്ടോ. പക്ഷെ എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കവറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുന്നത്. അപ്പോൾ താഴേന്ന് ഞാൻ മണ്ണൊപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഇരിക്കുന്ന ചെടികളെയൊക്കെ മാറ്റി നടണം. തൽക്കാലം ആകെ 2 നടാനുള്ള സമയം എനിക്കുള്ളൂ കേട്ടോ. ഈ ചെടി നടാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി താഴെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു പെട്ട അവസ്ഥയിലായിരുന്നു കേട്ടോ. എനിക്ക് ഹിന്ദി അറിയാത്തത് നിലവിലിപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടാണ് നിൽക്കണേ. എൻ്റെ ഈ മുഖം കണ്ടാൽ പറയോ ഞാനൊന്ന് ചമ്മി നാറിയിട്ടാണ് ഇരിക്കണേന്ന്. ഞാനിങ്ങനെ താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ നെയ്ബർ എന്നോട് പ്യാസ് ഉണ്ടോയെന്ന് ചോദിച്ചു. കാര്യം 10ാം ക്ലാസ് വരെ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പകുതിയോളം മറന്നുപോയിട്ടുണ്ട്. പ്യാസ് എന്നുള്ളത് ഒനിയൻ എന്നുള്ള കാര്യമൊന്നും ഞാനപ്പോൾ ഓർക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവരോട് തിരിച്ച് ഇംഗ്ലീഷിൽ ചോദിച്ചു എന്താ ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ അവർക്ക് ഒനിയെന്നിട്ട് പറയാനും പറ്റില്ല. എന്നാൽ പ്യാസ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മീനിങ് നോക്കി അടുക്കളയിൽ പോയി സവാള എടുത്ത് കൊടുത്തിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടത്. ആർമി ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഹിന്ദി അറിയാതെ പോകുന്നത് ഒരു ആഗോള പ്രശ്നമാണ്. എന്തായാലും പഠിക്കാതൊരു വഴിയില്ല കേട്ടോ.